ഔദ്യോഗിക തീരുമാനം വന്നതുകൊണ്ട് ഒരു എതിർസ്വരങ്ങൾ ഇനി ഉണ്ടാവില്ല, പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. അതേ പ്രതീക്ഷയിലാണ് പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥിയും. തന്റെ വിജയത്തിന് വേണ്ടി എൽദോസ് കുന്നിപ്പള്ളിയിൽ രംഗത്തുണ്ടാകുമെന്നാണ് UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ 24-നോട് പറഞ്ഞത്. മണ്ഡലത്തിൽ UDFന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും അസ്വാരസ്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്നും മനോജ് മൂത്തേടൻ പറഞ്ഞു. പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി മനോജ് മൂത്തേടൻ 24-നൊപ്പം ചേരുകയാണ്. ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ, അനിശ്ചിതത്വങ്ങൾ അതിനൊടുവിലാണ് ഒരു ലിസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒടുവിൽ അങ്ങയുടെ പേര് എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവൃത്തി പരിചയത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് അറിയാം. കാരണം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയാണെന്ന്. പെരുമ്പാവൂരിന് സുപരിചിതനാണ്. അപ്പോൾ എങ്ങനെയാണ് പെരുമ്പാവൂരിലെ അടുത്ത പ്രവർത്തനങ്ങളെ കാണുന്നത്? പെരുമ്പാവൂരിൽ ഒരു വലിയ വികസന മുന്നേറ്റമുണ്ടായിട്ടുള്ള പ്രദേശം കൂടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം എൽദോസ് കുന്നപ്പള്ളി MLA എന്ന നിലയിൽ ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിൽ യാഥാർത്ഥ്യമാകുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതിരുന്നൊരു ഘട്ടത്തിൽ പെരുമ്പാവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് അക്ഷീണമായ പരിശ്രമം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല സാഹചര്യം കൂടിയാണ്. LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്ന ആൾ DCCയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആളാണ് ബേസിൽ പോൾ എന്ന് പറയുന്നത്. NDയുടെ കാൻഡിഡേറ്റായിട്ട് വരുന്ന ആളും മണ്ഡലം വൈസ് പ്രസിഡൻ്റായിട്ട് നിന്ന കോൺഗ്രസിന് തന്നെ പ്രവർത്തകനായിട്ട് നിന്ന ആളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുപരിചിതരാണ്, ഒരുമിച്ച് സഹപ്രവർത്തകരായി നിന്നവരാണ്. തമ്മിലാണ് ഇത്തവണത്തെ പോട്ടി. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊരു നല്ല സൗഹൃദ മത്സരമായിട്ട് കാണുന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തനം നടത്തിയ ആളുകളാണ്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥി അപ്പുറത്ത് പോയതല്ല, ഇവിടെ വേറെ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി വലിയ പ്രതീക്ഷയോടെ നിന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ ചുണ്ടിനും കപ്പിനോടൊക്കെ പോയി എന്ന് പറയുന്ന അവസ്ഥയാണ്. കൂടെ സഹപ്രവർത്തനമായ അങ്ങേക്ക് സീറ്റ് കിട്ടുകയാണ്. ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. ഈ പ്രവർത്തകരെ എല്ലാവരെയും ഒറ്റക്കെട്ടായി വീണ്ടും കൊണ്ടുപോവുക, ഒരു ചൂലിനെ കോർക്കുന്ന പോലെ കോർത്ത് കൊണ്ടുപോവുക എന്നുള്ളതും ശ്രമകരമായൊരു ദൗത്യം ഒക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നേരിട്ടതാണ്. നിലവിൽ ഐക്യമുന്നണിയുടെ ഐക്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്നുള്ളതാണ് മനോജ് മൂത്തേടൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ക്യാമറമാൻ ഷിജു ചവർക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.